തെരഞ്ഞെടുപ്പ് ഇന്ന് നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ആസന്നമായിരിക്കുകയാണ്. മിക്കവാറും വെള്ളിയാഴ്ച തന്നെ നമ്മൾ രാവിലെ കടന്നുപോയി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ തെരഞ്ഞെടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ അടുത്ത 5 വർഷക്കാലം ഈ ഇന്ത്യ ഭരിക്കേണ്ട ആ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുവാനുള്ള അവസരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അടുത്ത 5 വർഷം കഴിയുമ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നു. എന്നാൽ ഈ ജീവിതത്തിൽ ഒരിക്കൽ ഒരു സമയം മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. ആ വ്യക്തിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാൻ. അതാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി വേഗം വരും, വീണ്ടും വരുമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ദൈവവചനം നിങ്ങൾക്കറിയാം, സ്വർഗത്തിൽ നിലനിൽക്കുന്നതും മനുഷ്യരുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും നൽകിക്കൊണ്ട് അനുഗ്രഹകരമായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ കൈകളിൽ വന്നിട്ടുണ്ട്. സാമാന്യമായിട്ട് നമ്മൾക്ക് ഇരുന്നുകൊണ്ട് ആ വചനം വായിച്ചു മനസ്സിലാക്കത്തക്കവണ്ണം സിമ്പിളായിട്ട് തന്നെ അത് തർജ്ജമ ചെയ്ത് നമ്മുടെ കരങ്ങളിൽ കടന്നു വന്ന് ധ്യാനിക്കുകയും ഈ വചനത്തിൽ കൂടി നാം മുന്നോട്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാഫല്യമായി തീരും. അതേ വിധത്തിൽ കൂടെ തന്നെ വേദപുസ്തകത്തിലെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ സബ്ജക്റ്റിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പാലസ്തീനിലെ പരീശനായി പള്ളിപ്രമാണിയായിട്ടുള്ള നിക്കോദോമസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആള് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന 2-ാം വാക്യത്തിൽ അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞ ഒരു വാക്കാണ് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത്. അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നാം ഇന്ന് നോക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുവാനായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇന്നൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ലോകരാജാവായിട്ട് കടന്നു വരുവാൻ പോയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു താൻ പറഞ്ഞതുപോലെ കടന്നു വരും. കടന്നു വന്നു കഴിഞ്ഞതിന് ശേഷം അവനെ തിരഞ്ഞെടുക്കുവാനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ഈ കർത്താവിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവന്റെ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് നിങ്ങളെപ്പോലെ തന്നെ സുവിശേഷത്തോട് വൈരുദ്ധ്യം കാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞു പോയിരുന്നവരാണ് ഞങ്ങളൊക്കെയും. എന്നാൽ ദൈവവചനം വായിക്കുവാനും ദൈവവചന സത്യങ്ങൾ മനസ്സിലാക്കുവാനും സാധിച്ചപ്പോൾ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനതുമായിട്ടുള്ള എല്ലാവിധമായ ലോക സംഭവങ്ങളും അത് വളരെ അടുക്കും ചിട്ടയോടും കൂടി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് വേദപുസ്തകം, അല്ലെങ്കിൽ ദ ബൈബിൾ. ഈ ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളുമാണ്. ഈ നിയമങ്ങളും ചട്ടങ്ങളും ഉപയോഗിക്കാതെ ഇന്ന് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നത്തെ പത്രങ്ങളില് അതുപോലെ തന്നെ ഓരോ വാർത്തകളും നാം വരുമ്പോൾ കൊലപാതകം, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ പ്രസരണത്തെ കുറിച്ചും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് മയക്കുമരുന്നും മദ്യവും ഇല്ലാതെ ജീവിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്.
പണ്ട് കാലത്തെ ഏതെങ്കിലും പ്രായമുള്ളവരൊക്കെയും മദ്യം കഴിച്ചിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ അല്ല. എനിക്ക് തോന്നുന്നത് തിരിച്ചറിവ് പ്രായമാകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ശവക്കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മനുഷ്യൻ വരെ മദ്യത്തിന്റെ ആസക്തിയിൽ ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നതിൽ യാതൊരു വ്യത്യാസവും നമ്മൾക്ക് കാണുവാൻ സാധിക്കത്തില്ല. പണ്ട് മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്ന കാലത്ത് ഇന്ന് മദ്യത്തിന് പൈസ കൊടുത്തില്ലെങ്കിൽ അരുവാളെടുത്ത് മാതാവിന്റെയും പിതാവിന്റെയും കഴുത്തു വെട്ടുന്ന കുഞ്ഞുങ്ങൾ, തമ്മിൽ വഴക്കുണ്ടാക്കി അന്യോന്യം കുത്തി ചാകുന്ന ഒരു സമൂഹം. എന്തിനു വേണ്ട, നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അതിപ്രസരണം നമ്മളുടെ ചുറ്റുപാടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിനെ എതിർക്കേണ്ട ഗവൺമെന്റ് ഇന്ന് അതിനൊത്താശ പാടിക്കൊണ്ട് അവർക്ക് സാമ്പത്തിക ലാഭം മാത്രമാണ് അവർ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. മദ്യ മുതലാളിമാർക്ക് വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കുവാനും വിഷം കൊടുത്ത് ജനങ്ങളെ അവരുടെ പരിധിയിലാക്കുന്ന ഒരു സമ്പ്രദായമാണല്ലോ ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ മദ്യമോ മയക്കുമരുന്നോ അതിന്റെ പുറകെ പോകുന്നുവോ ആയാൽ നിങ്ങൾക്ക് യാതൊരു സമാധാനമോ സന്തോഷമോ ലഭിക്കുകയില്ല. അത് നിങ്ങളെ കൂടെ നാശത്തിലേക്ക് മാത്രമേ കടത്തി വിടുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. നാം ഇപ്പൊ ഇവിടെ വായിച്ച വാക്യത്തിൽ ഒരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. നിക്കോദോമസ് എന്ന് പറയുന്ന ഒരു പള്ളി പ്രമാണി. ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പള്ളി പ്രമാണികൾ അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ പള്ളി പ്രമാണികന്മാര് പള്ളിയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞിരിക്കുന്നുവെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ സാധിക്കയില്ല എന്ന്. അപ്പൊ അവൻ ചോദിക്കുകയാണ്, പുതിയതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും എന്റെ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കണമോ എന്ന് ചോദിക്കുകയാണ്. കാരണം അവൻ പള്ളിപ്രമാണിയാണ്, അവൻ ഉപദേശിക്കുന്നവനാണ്, എല്ലാവർക്കും ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനാണ്. അവനറിയത്തില്ല പുതുജനനം എന്ന് പറഞ്ഞാൽ എന്താണ്. അവനറിയത്തില്ലെങ്കിൽ പിന്നെ അവൻ ഉപദേശിക്കുന്ന ജനങ്ങൾക്ക് എങ്ങനെ അറിയാം? പ്രിയപ്പെട്ട ദേശനിവാസികളെ, പുതുജീവൻ അല്ലെങ്കിൽ പുതുജനനം എന്താണെന്നുള്ളത് ദൈവവചനത്തിൽ കൂടി നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുവാനായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 3 വർഷക്കാലത്തിന് അധികമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനം ഘോഷിച്ചുകൊണ്ട് അനേകർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു ചെറിയ ടീമാണിത്. ഞങ്ങൾ ഒന്നു മാത്രമേ പറയുള്ളൂ, മതത്തെക്കുറിച്ചോ അതുപോലെ മതാധ്യക്ഷന്മാരെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, മാനസാന്തരം. കർത്താവ് പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ആ നാശത്തിൽ നിന്ന്, നാശമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേട്ട പാട്ടിനകത്തുണ്ട് മരണം. മരണശേഷം എങ്ങോട്ട്? എന്താണ് നിങ്ങളുടെ ജീവിതം? ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും ജീവനും ചേർന്ന ഒരു ത്രയമാണ്, ത്രയത്വത്തിന്റെ കൂട്ടാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ഇന്ന് ഇന്നത്തെ ഇന്നാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ആ വ്യക്തിയുടെ വെറും ജഡം മാത്രമാണ്. എന്നാൽ ആ ആൾ മരിച്ചു കഴിയുമ്പോൾ ഒന്ന് പറയുന്നു, അവൻ മരിച്ചുപോയി, ഇന്നടത്തെ ഇന്നാരും മരിച്ചുപോയി. എങ്ങോട്ട് പോയി? നാം നോക്കുമ്പോൾ ശവം അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്ന ആ മനുഷ്യനെ ഇതുവരെയും പേര് വിളിച്ചിരുന്നുവെങ്കിൽ ഇന്നത് ശവമെന്നാണ് പറയുന്നത്. ആ ശവം അവിടെ കിടപ്പുണ്ട്. എന്നാ പോയതാരാണ്? അവന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ആത്മാവും ജീവനും. ഈ ആത്മാവിന് മരണമില്ലാതെ നശിക്കയില്ല എന്നുള്ളത് ഈ ദൈവവചനത്തിൽ കൂടി നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം നിനക്ക് കാണുവാൻ സാധിക്കയില്ല. അപ്പോൾ അവന് സംശയം, ഞാൻ എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? അപ്പം കർത്താവ് പറഞ്ഞു,
ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആ വ്യക്തിയോട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കയില്ല എന്നുള്ളത് ദൈവം നേരിട്ട് നിക്കോദമസ് എന്ന് പറഞ്ഞ പള്ളിപ്രമാണിയോട് പറഞ്ഞു. പ്രിയ പ്രമാണിമാരെ, നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവവചന പ്രകാരം നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കയില്ല. അർത്ഥാൽ സ്വർഗത്തിൽ പോകുവാൻ നിങ്ങൾക്ക് സാധിക്കയില്ല. ഏത് പ്രമാണിത്വത്തിൽ കൂടി പോയാലും, രാജ്യത്തിന്റെ പ്രമാണികളായാലും, ദേശത്തിന്റെ പ്രമാണിമാരായാലും, പള്ളി പ്രമാണിമാരായാലും, ഏത് വിധത്തിലുള്ള പ്രമാണിമാരായാലും നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടന്നു പോകുവാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കയില്ല. വെള്ളത്താലും ആത്മാവിലും. വെള്ളമെന്ന് പറയുന്നത് ദൈവവചനമാണ്. ഈ ദൈവവചനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇത് തലയണ കീഴിൽ വെച്ച് ഉറങ്ങുവാനല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പേടി കിട്ടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. ഇത് നിങ്ങൾ നിത്യവും വായിക്കണം. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ അനുഗ്രഹമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഈ വാഹനത്തിന്റെ ചുറ്റും നിൽക്കുന്ന ഞങ്ങളൊക്കെയും നിങ്ങളെ പോലെ തന്നെ ഒരു കാലത്തായിരുന്നുവെങ്കിലും ഈ സത്യവചനം ഞങ്ങളുടെ ഹൃദയത്തിന് മാറ്റം വരുത്തി ഞങ്ങൾ ഇന്ന് ദൈവമക്കളായി തീർന്നു. ഇന്ന് ഇവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്നുള്ള പൂർണ്ണ നിശ്ചയം ഞങ്ങൾക്ക് ഉണ്ട്. ഇന്ന് ഏതൊരു വ്യക്തിയോടും ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പറയുവാൻ സാധിക്കയില്ല ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന്. ചിലപ്പം പോകുമായിരിക്കും, ഇല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ഓ, ഞങ്ങൾ അവിടെ ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഇവിടെ നിന്നോണ്ട് കൊല്ലന്മാരോ അല്ലെങ്കിൽ തീ കത്തിച്ച ഉരുമ്പ് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുകയാണ്. കുംഭസാരവും കുർബാനയും കാശും മറ്റുള്ളതും ഒക്കെ ഇട്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി ഇവരുടെ ഭയങ്കര പ്രയത്നമാണ്. എന്താ കാര്യം? ഒരു പ്രയോജനവുമില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വാങ്ങിക്കുന്നവരോട് ചോദിക്കുക, പറയും ചിലപ്പം അറിയത്തില്ല, അവർക്കും അതിന് പൂർണ്ണതയില്ല. എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് സൂക്ഷ്മമായിട്ട് നിങ്ങളോട് പറയുവാൻ സാധിക്കും. പുതുതായി ജനിച്ച ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിൽ കടന്നു പോകുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പള്ളിപ്രമാണി ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വാക്കുകൾ കേട്ടു. അവന് പുതുതായി ജനിക്കുവാൻ സാധിക്കും, വെള്ളത്താലും ആത്മാവിനാലും. ആത്മാവിന്റെ ജീവിതമാണ് പുതുജനനത്തിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മതം മാറ്റാനോ സഭ മാറ്റാനോ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിനു വേണ്ടിയോ അല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകണം. നിങ്ങൾ മനസ്സ് പോകുന്ന വഴി തെറ്റായ വഴിയാണെന്നും ആ തെറ്റായ വഴിയിൽ നിന്ന് നിങ്ങൾ മാറി അനുഗ്രഹമായ ദൈവത്തിന്റെ വഴിയിൽ കൂടി കടന്നു പോകുവാൻ നിങ്ങളെ ഉപദേശിക്കാനാണ് ഞങ്ങൾ കടന്നു വന്നത്. അത് ഉപദേശിക്കുവാനായിട്ട് നമ്മൾക്ക് ദൈവവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. കർത്താവായ യേശു, ഞാൻ പറഞ്ഞ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്നവനായി സ്വർഗത്തിലേക്ക് പോയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കാത്തുകൊണ്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കടന്നുപോയി സർവലോകത്തിലും ഈ സുവിശേഷം അറിയിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ദൈവ നിയോഗപ്രകാരം ദൈവമായ ചിട്ട് കടന്നു വന്നവരാണ്. അല്ലാതെ മറ്റെന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയോ മറ്റുള്ള എന്തെങ്കിലും പ്രാമാണിത്വം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയോ അല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഗുരുവായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അക്ഷരമായിട്ട് അനുസരിച്ചുകൊണ്ട് ലോകത്തോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് ഞങ്ങൾ കടന്നു വന്നവരാണ്. സുവിശേഷം ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ സ്വർഗ സൈന്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ നിന്ന് നിങ്ങൾക്ക് വേണ്ടി
ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. സ്വർഗീയ സൈന്യങ്ങൾ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം പ്രദാനം ചെയ്തുകൊണ്ട് യേശു എന്ന ഒരു രക്ഷകൻ, യേശു എന്ന വാക്കിന്റെ പേര് രക്ഷകൻ. ആ രക്ഷകൻ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മനുഷ്യർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തന്റെ രക്തത്താൽ പാപങ്ങൾ കഴുകിക്കളയുന്നവർക്ക് സ്വർഗം ഒരുക്കുവാനായിട്ട് കടന്നു വന്നവനാണ്. കടന്നു വന്നു, രക്ഷ ഒരുക്കി അവൻ കടന്നുപോയി. കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി ഭവനം ഒരുക്കുവാൻ പോയിരിക്കുന്നു. ഒരുക്കി കഴിഞ്ഞാൽ അവൻ എത്രയും വേഗം വരും. ഞങ്ങളൊരു കാഹള ശബ്ദം കേൾക്കുവാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കാഹള ശബ്ദം വരുന്നുവെങ്കിൽ ഞങ്ങൾ കർത്താവിനോടുകൂടെ മധ്യാകാശത്തിൽ ഇളുക്കപ്പെടും. പ്രിയ ദേശനിവാസികളെ, ഞങ്ങളെ കേൾക്കുന്നവരെ, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കണം. ഈ കർത്താവ് കടന്നു വന്നു, താൻ പറഞ്ഞതുപോലെ പ്രവാചകന്മാർ മുഖാന്തരം 4000-ഉം 5000-ഉം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത്, അതിന് തൊട്ട് 1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നതെല്ലാം നിവൃത്തിയാക്കി താൻ കടന്നു വന്നു. ഇനി കാലത്തിന്റെ തികവങ്ങൾ കന്യകയിൽ ജാതനായ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമെന്ന് പറഞ്ഞിരുന്നത് ഇന്ന് നിങ്ങളെല്ലാവരും അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ഏപ്രിൽ മാസം 23-ാം തീയതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു താൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ ജനിച്ചിട്ടുന്ന അത്രയും സമയങ്ങളായിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിനെ അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചില്ല എന്ന് പറയുവാൻ ലോകത്തിന് ഒരു ശക്തിക്കും ഒരു ശാസ്ത്രജ്ഞന്മാർക്കും സാധിക്കുകയില്ല. അതുപോലെ തന്നെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് കടന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് മരിക്കുവാനായി കടന്നു വന്നു. കാരണം ദൈവം ആത്മാവാകുന്നു. ആത്മാവിന് മരിക്കുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ആത്മാവിൽ ഇടമെടുത്ത് ഈ ഭൂമിയിൽ കടന്നു വന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കടന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, മദ്യത്തിനും മയക്കുമരുന്നും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല ജീവിതവും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ രാജാവായ സാത്താനാണ്. സാത്താൻ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഇരുട്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അകക്കണ്ണുകളെ തുറന്ന് ഈ ദൈവവചനത്തിലേക്ക് നിങ്ങൾ എപ്പോൾ വരുമോ അന്ന് നിങ്ങൾക്ക് ഈ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടും. അനുഗ്രഹമായ നിത്യജീവനിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകുവാനായിട്ടിടയാകും. നാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പൊ ഒരു നാശമുണ്ടായിരുന്നു, ഉണ്ട്. ആ നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായിട്ട് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചത് നിങ്ങളെ സർവ്വലോകത്തെയും സ്നേഹിച്ചുകൊണ്ട് സർവ്വലോകത്തിനും വേണ്ടി തന്റെ ശരീരം തന്നെ, തന്റെ ജീവൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി കടന്നു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കടന്നു വന്നു, തന്നെ നിയോഗിച്ച ആ പ്രവൃത്തി തികച്ചു. അതുകൊണ്ടാണല്ലോ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു, നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലകളെ ഏൽപ്പിച്ചു കൊടുത്തു. പാപത്തിന്റെ ശമ്പളമായി മനുഷ്യർക്ക് നിയമിച്ചിരുന്ന മരണം താൻ ഏറ്റെടുത്ത് മരിച്ചു. എന്നാൽ ആ മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ സാധ്യമല്ലായിരുന്നു. താൻ പറഞ്ഞതുപോലെ തന്നെ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റിന് ശേഷം 50 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് കടന്നുപോയ ക്രിസ്തു പോയതുപോലെ മടങ്ങി വരുന്ന ലക്ഷണങ്ങളൊക്കെയും പറഞ്ഞാൽ അനേക സമയങ്ങൾ നമുക്കെടുക്കും. ഒന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസത്താൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന് ഇന്ന് അനുഭവിക്കുന്ന ഈ ദുര്യോഗങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വിടുതൽ പ്രാപിപ്പാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ. നാം ഇന്ന് നോക്കിയാൽ ഇന്ന് ഈ ലോകത്തിൽ പലവിധമായ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ കണ്ടന്റ്
നിങ്ങൾ ഇന്ന് അമേരിക്കയിൽ ചെന്നാലും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും ചെന്നാലും ഒരേ ഒരു കാര്യമേ പറയുവാനുള്ളൂ: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിനെ. ആ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിനെ ഉയർത്തി കാണിക്കുകയാണ് ഞങ്ങളുടെ ഇന്ന് കടന്നു വന്നതിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിടത്തി തരികയാണ്. അതുകൊണ്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇന്ന് ആയിരിക്കുന്നത് പാപത്തിലാണ്. പാപത്തിന്റെ ഭയാനകമായ കരാളഹസ്തങ്ങളിൽ പിടിച്ച് പാപഭംഗിതമായിട്ടുള്ള സകല പ്രവൃത്തികളും ചെയ്ത് പാപികൾക്ക് ഒരുക്കിയിരിക്കുന്ന പാപി ചെല്ലുന്നിടം പാതാളമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ പാപത്തിന് ഒരുക്കിയിരിക്കുന്ന മരണത്തിൽ നരകത്തിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ, ദൈവവചനത്തിൽ ഇങ്ങനൊരു വാക്ക് കാണുന്നുണ്ട്: ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നരകമെന്ന് പറഞ്ഞാൽ തീപ്പൊയ്ക, തീയിലേക്ക് കടന്നു പോകുവാനിരിക്കുകയാണ്. ഇന്ന് തന്നെ നമ്മൾക്ക് ഈ ദേശത്തിന്റെ ചൂട് നമുക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടുത്തെ ചൂള എത്ര ഭയാനകമായിരിക്കും. ഗന്ധകവും തീയും ഗന്ധവും കത്തുന്ന ചൂള. ആ ചൂളയിലേക്കാണ് നിങ്ങളുടെ യാത്രയെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയില്ല എങ്കിൽ ഒരു ദേഹിയും രക്ഷിക്കപ്പെടുകയില്ല. പുതുതായി ജനിച്ചില്ല എങ്കിലും ദൈവരാജ്യം കാണുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് എത്രയും വേഗം കടന്നു വരും. ലോകസംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പറയുവാൻ ഇപ്പം നമുക്ക് സമയമില്ലല്ലോ. അത് നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തുറക്കുവാൻ സാധിക്കുകയില്ല. അനേക ഉദാഹരണങ്ങളൊക്കെയും പറയുവാനുണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ ഒന്ന് മാത്രം പറയട്ടെ: കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ 2 കള്ളന്മാരുണ്ടായിരുന്നു. 2 പേരും അധർമ്മികളായിരുന്നു. അധർമ്മം ചെയ്ത് അവർ 2 പേരും ശിക്ഷ വാങ്ങിച്ചവരാണ്. എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരുത്തൻ ഇത് കർത്താവാണെന്നും ദൈവമാണെന്നും അവൻ വീണ്ടും വരുമെന്നും മടങ്ങി വരുമെന്നും മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണേ എന്ന് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു: ഇന്ന് നീ കർത്താവിനോടുകൂടെ പരദീസയിലായിരിക്കും. പ്രിയ ദേശനിവാസികൾ, നിങ്ങളോട് ഞാൻ ഒന്ന് പറയട്ടെ: നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് 2 വഴി. ഒന്നിൽ നാശത്തിന്റെ വഴി, അല്ലെങ്കിൽ ജീവന്റെ വഴി. ജീവന്റെ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ചെല്ലുക. അവിടെ മുട്ടുകുത്തി അല്ലെങ്കിൽ അവിടെ നിന്നിരുന്നുകൊണ്ട് നിൽക്കുന്നവരുണ്ട്: കർത്താവേ, ഞാനൊരു പാപിയാണ്, പാപത്തിന്റെ ശമ്പളമായ നരകം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ അങ്ങേ ഞാൻ എന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് ദൈവമകനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കർത്താവ് 2 തൊട്ട് സ്വീകരിക്കുകയും അവൻ നിന്നോടുകൂടെയും നീ അവനോടുകൂടെയും അത്താഴം കഴിക്കുന്ന അനുഗ്രഹമായ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദേശനിവാസികളെ, ഞങ്ങളെ അവിടെ ഇവിടെയും കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഒന്ന് ഉപദേശിക്കുകയാണ്: ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ അനുഗ്രഹമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലും വരുന്ന ലോകത്തിലും നമ്മൾക്ക് അനുഗ്രഹമായിട്ട് ജീവിപ്പാൻ സാധിക്കും. പുതുതായി ജനിച്ച് ദൈവമക്കളായിട്ട് ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സഭയുടെയോ ഏതെങ്കിലും ഒരു സമുദായത്തെയോ ഓർത്തുകൊണ്ടല്ല പറയും, മനുഷ്യവർഗത്തോട് പറയുകയാണ്. അല്ലല്ല, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾക്ക് പുതുതായി ജനിക്കുവാനുള്ള മാർഗം യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പം നിങ്ങളുടെ അടുത്തുണ്ട്. കർത്താവേ, ഞാനൊരു പാപിയാണ് സമ്മതിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ഞാനൊരു പാപിയാണെന്ന് മനസ്സിലാക്കിയാതെ ഏറ്റുപറഞ്ഞ് ദൈവമക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നിങ്ങളോട് ഈ വചനം അറിയിക്കുകയും ചെയ്തു. വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.